ഹായ്, എല്ലാവർക്കും നമസ്കാരം. ലെനോവയുടെ M720Q എന്ന് പറയുന്ന ടൈനി PC ഉപയോഗിച്ച് എങ്ങനെ ട്രേഡേഴ്സിന് ഒരു 3 മോണിറ്റർ എല്ലാം വെച്ച് കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയുടെ ഒരു പ്രതിപാദ്യ വിഷയം. അപ്പോൾ അതിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു PC ലെനോവോ ThinkCentre ആണ്. ഇതിൻ്റെ കോൺഫിഗറേഷൻ i3 8th ജനറേഷൻ പ്രോസസ്സറാണ് വിത്ത് 8GB RAM, 256GB സ്റ്റോറേജ്. ഇതിൻ്റെ പോർട്ടുകൾ ഫ്രണ്ടിൽ നമുക്ക് ഒരു USB പോർട്ട് ഉണ്ട്, Type-C പോർട്ട് ഉണ്ട്, പിന്നെ ഓഡിയോ പോർട്ട് ഉണ്ട്, പവർ സ്വിച്ച് ഉണ്ട്. ബാക്ക് സൈഡിൽ നമുക്ക് 2 USB 3, USB 2.0, ദെൻ ഇത് ഡിസ്പ്ലേ പോർട്ടാണ്, ഇത് HDMI പോർട്ടാണ്, പിന്നെ ഇത് VGA പോർട്ടാണ്. അങ്ങനെ 3 ഡിസ്പ്ലേ പോർട്ടുകൾ നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ ടൈനി PCയിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെ നമുക്ക് 3 മോണിറ്ററിലേക്ക് കണക്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മളിവിടെ PC കണക്ട് ചെയ്തിട്ടുണ്ട്. 3 മോണിറ്റർ നമ്മളിവിടെ 22 ഇഞ്ചിൻ്റെ 3 മോണിറ്റർ കണക്ട് ചെയ്തിരിക്കുന്നു. ഐഡൻറ്റിറ്റിക്കലായിട്ടുള്ള മോണിറ്റേഴ്സ് കണക്ട് ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. മൂന്ന് ഡിഫറെൻറ്റ് ടൈപ്പ് ഡിസ്പ്ലേ പോർട്ടുകളാണ് ഇതിൽ അവൈലബിൾ. അതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന് ഡിസ്പ്ലേ പോർട്ട് എന്ന് പറയുന്ന ഒരു പോർട്ടാണ്, പിന്നെ സാധാരണ നമ്മൾ കാണുന്ന HDMI പോർട്ട്, പിന്നെ കുറച്ച് പഴയ VGA പോർട്ട്. അങ്ങനെ 3 ഡിഫറെൻറ്റ് ടൈപ്പ് പോർട്ടുകളായിരിക്കും ഉണ്ടാവുക. നമ്മളുടെ എല്ലാ മോണിറ്ററിലും ഡിസ്പ്ലേ പോർട്ട് ഉണ്ടാവണം എന്നില്ല. അപ്പോൾ ഒരു ഡിസ്പ്ലേ ടു HDMI കൺവെർട്ടർ നമുക്ക് ആവശ്യം ഉണ്ടാവും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. നമ്മളുടെ മോണിറ്ററിൽ ഏത് പോർട്ടാണോ ഉള്ളത് അതിനനുസരിച്ച് കൺവേർട്ടേഴ്സ് യൂസ് ചെയ്യേണ്ടി വരും. നമ്മളിവിടെ ഡിസ്പ്ലേ പോർട്ട് ടു HDMI കൺവെർട്ടർ യൂസ് ചെയ്തിട്ടുണ്ട്. ബാക്കി നമ്മൾ VGA പോർട്ടുള്ള മോണിറ്ററിലേക്ക് VGA കണക്ട് ചെയ്തു, പിന്നെ HDMI ഉള്ള മോണിറ്ററിലേക്ക് HDMI കണക്ട് ചെയ്തു. ഇപ്പോൾ 3 ഡിസ്പ്ലേ വന്നിട്ടുണ്ട്. ഇത് നമ്മളെങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. നമ്മൾ ഡെസ്ക്ടോപ്പിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്പ്ലേ സെറ്റിങ്ങിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ ഡിസ്പ്ലേ സെറ്റിങ്സിൽ ഇതിൽ നമ്മൾ 3 മോണിറ്റർ കണക്ട് ചെയ്തിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പൊസിഷൻസ് മാറ്റാനായിട്ട് ഇതിൽ റീഅറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാം. ഇതുപോലെ നമുക്ക് പൊസിഷൻസ് മാറ്റാൻ പറ്റും. ഇതിൽ ഐഡൻറ്റിഫൈ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഓരോ മോണിറ്ററും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. കണ്ടോ, ഇത് ഈ ഡിസ്പ്ലേ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് ഡിസ്പ്ലേ ഐഡൻറ്റിഫൈ ചെയ്യും. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഇതിൻ്റെ പൊസിഷൻസ് മാറ്റാൻ പറ്റും. കഴ്സർ നമ്മൾ ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് മൂവ് ചെയ്യുന്ന രീതിയിലായിരിക്കും ഇത് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഈ ഗൂഗിൾ ക്രോം പോലുള്ള ആപ്ലിക്കേഷൻസ് എടുത്തു കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് വിൻഡോസ് നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തു. നമുക്കതിൽ ഒരെണ്ണത്തിൽ ജിയോജിത്തിൻ്റെ സൈറ്റ് ഓപ്പൺ ചെയ്യണു. രണ്ടാമത്തെ ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്ന സൈറ്റ് ഓപ്പൺ ചെയ്യാം. മൂന്നാമത്തേൽ സ്ക്രീനേഴ്സ്. അപ്പോൾ നമുക്ക് ഈ 3 വിൻഡോ 3 മോണിറ്ററിലായിട്ട് കാണാനായിട്ട് ഇത് നമുക്ക് ഇങ്ങനെ വലിച്ചിടാൻ പറ്റും. അപ്പോൾ 3 മോണിറ്ററിലായിട്ട് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ടൈനി PC ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് വളരെ ലളിതമായിട്ട് നമുക്ക് ട്രേഡിങ്ങിനൊക്കെ പറ്റിയ രീതിയിൽ 3 മോണിറ്ററിലേക്ക് വളരെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിന്ന് കാണിച്ചത്.
അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് ഇനിയും വരാം. എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.